ദൈവ തിരുനാമത്തിന് മഹത്വം. വീണ്ടും ഒരിക്കൽ കൂടെ ഈ സഭയിൽ വന്ന് കർത്താവിൻ്റെ വചനവുമായി നിൽക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവഭക്തന്മാരെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനും എൻ്റെ സഹപാഠിയും സഹോദരനുമായ പാസ്റ്റർ ടി സോജൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ സെക്രട്ടറി ജോബിൻ വർഗീസ്, അതുപോലെ ട്രഷറർ കെ തോമസ്, അത് ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം. കമ്മിറ്റി അംഗങ്ങൾ, വിശേഷിച്ച് എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന തോമസ് മാത്തൻ സക്കറിയ മാത്യു പാസ്റ്റർ, അതുപോലെ എബ്രഹാം പാസ്റ്റർ, അവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഭയിലെ വിശ്വാസി സമൂഹം, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ വന്ദനം ചെയ്യുകയും പ്രിയ തോമസ് ക്രിസ്ത്യാൻ, അവരെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിവിധ ചുമതലകളിൽ UPG പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹമായ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സഭ ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്ന ഒരു സഭയാണ്. മേപ്പാട് സഭ കഴിഞ്ഞ പാസ്റ്ററിക്കുമ്പോൾ പല ആവർത്തി ഇവിടെ വരുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. സ്വന്തം പാസ്റ്റർ ഉള്ളപ്പോഴും ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇവിടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ട്, സഹായിക്കട്ടെ. എപ്പോഴും മുളക്കരയ്ക്ക് വരണം കേട്ടോ. CC തോമസ് സാറ് പോയിട്ട് വരാതിരിക്കുന്നത് അനുഗ്രഹിക്കട്ടെ. എന്നോടൊപ്പം കടന്നു വന്ന മാത്യു പാസ്റ്റർ, ഞങ്ങൾ ഇന്ന് രാവിലെ പല സഭകളിൽ പോയി വരുന്നതുകൊണ്ട് അല്പം യാത്രാക്ഷീണമുണ്ടെങ്കിലും അല്പസമയം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ വന്ദനം, സ്തോത്രം. എന്നെപ്പറ്റി നല്ല വാക്കുകൾ പറഞ്ഞതിൽ സ്വതം ഭാഷ പറഞ്ഞ് എനിക്ക് അല്പം ചൂടുണ്ടോ? ഒരു ചൂടുമില്ല. ഞാൻ ഈ സഭയിൽ ഒന്ന് പല പ്രാവശ്യം പറഞ്ഞു, എന്നെപ്പോലെ ശാന്തനായ ഒരു മനുഷ്യൻ ലോകത്തില്ല. ഞാൻ കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം കൺവെൻഷൻ ചെയ്തു. കൺവെൻഷൻ ചെയ്യുന്ന കർത്താവിൻ്റെ നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു കൺവെൻഷനൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ ഓരോ സഭകളും ആദരിച്ചു. അപ്പോൾ നമ്മുടെ കുടുംബനെ യോഷിച്ചാനാണ് ഒരു ചച്ചക്കോട് കുവൈറ്റ് ചച്ചക്കോടിൻ്റെ സെക്രട്ടറി. അദ്ദേഹം എനിക്ക് മൊമെൻറ്റോ തന്നത് വേളയിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പാസ്റ്റർ ഓഫീസിൽ ചെന്നു, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. വളരെ സൗമ്യനായൊരു മനുഷ്യൻ, നല്ല സൗമ്യതയോടെ. ഞാൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, എന്നെപ്പറ്റി ലോകത്താദ്യമായിട്ടാണ് ഒരാളിങ്ങനെ പറയുന്നത്. ഒത്തിരി സന്തോഷമുള്ളൂ. കാരണം അത് വളരെ സത്യമാണ്. ഞാൻ വളരെ ശാന്തനായൊരു മനുഷ്യനാണ്. പിന്നെ നിങ്ങൾ ചിരിക്കുന്ന എന്നെപ്പറ്റി ഇങ്ങനെ ഈ ആൾക്കാർ ഇങ്ങനെ എഴുതി എന്ന് അറിയിക്കുന്നുണ്ട്. 30 വർഷം ഒരു സഭയിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ, ഒറ്റ സഭയിൽ. ഇപ്പോഴും ഞാൻ ആ സഭയിലെ പാസ്റ്ററാണ്. ഇന്ന് ഞാൻ പകരം TIOT മാസ്റ്ററെയാണ് സഭായത്തിൽ വിട്ടേക്കുന്നത്. ഞാൻ സഭായത്തിൽ വിട്ടിട്ടില്ല. കാരണം അവർ പറയുന്നത് പാസ്റ്റർ മാറണ്ട, പാസ്റ്റർ ആരെങ്കിലും തൽക്കാലം ഒന്ന് വിട്ടാൽ മതി, ഓരോ സംസ്ഥാനം കഴിയുമ്പോഴും ഇവിടേക്ക് തന്നെ വരണം. അങ്ങനെ ഞാൻ ആ സഭയെ സ്നേഹിക്കുന്നെങ്കിൽ സ്വന്തം പാസ്റ്ററൊക്കെ എൻ്റെ ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിച്ച സെക്രട്ടറി. അപ്പോൾ ആ സഭക്കാരങ്ങനെ പറയണേ ഞാൻ ഭയങ്കരനാണ്. നിങ്ങൾ 4 വർഷം കഴിയുമ്പോൾ മാറ്റാം, അല്ല 3 വർഷം കഴിയുമ്പോൾ മാറ്റാൻ ശ്രമിക്കും. മേപ്രാജ് സഭ ഉൾപ്പെടെ. പ്രൈസലോ, സ്തോത്രം. ഇല്ലയോ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത്രയും മതി. സൗമ്യനായാലും ശാന്തനായാലും 3 വർഷം, അല്ലേ 4 വർഷം. 4ാമത്തെ വർഷം അത് കഷ്ടവും പ്രയാസവും ദുഃഖമുള്ളത്, വേഗം തിരികെയും പറന്നു പോവുകയും ചെയ്യും. ഇതെങ്ങനെ പോകുന്ന ഒരു പിടിയില്ല. ഞാൻ പല സഭയിൽ ചെല്ലുമ്പോൾ പറയും, അത് വേഗം തിരികെയും പറന്നു പോവുകയും എന്ന് പറയുന്ന ഒരു സിസ്റ്റം ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആലോചിച്ച് നോക്കും, 30 വർഷമായിട്ട് ഞാൻ അവിടെ ചെന്ന് എൻ്റെ കയ്യിലെടുത്ത് സമർപ്പിച്ച കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി അവരുടെ കുഞ്ഞുങ്ങളുടെ സമർപ്പണം നടത്താൻ ദൈവവസരം നൽകുക. ശാന്തനായിരുന്നു. പിന്നെ നമ്മൾ സ്വയം പ്രശംസ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോളം നടത്തി. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ ജനറൽ കൺവെൻഷൻ തിരുവല്ല കൺവെൻഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് ജാനുവരി മാസം 20 മുതൽ 26 വരെ നടക്കും. ഇപ്പോൾ എന്നോട് വന്നപ്പോൾ നമ്മുടെ ഉമ്മച്ചാൻ നമ്മുടെ ട്രഷറർ പറഞ്ഞു, ഇപ്പം ഒത്തിരി മാധ്യമങ്ങളിലൂടെയൊക്കെ പാസ്റ്റർ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു തിരുവല്ല
കൺവെൻഷൻ സെന്റർ തന്നെ നമ്മൾ നവീകരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ ഒരു വികാരമാണ് തിരുവല്ല കൺവെൻഷൻ. മറ്റൊരിടത്തോട്ട് മാറ്റാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ പ്രശംസിച്ച് ഇറങ്ങും. അത് അതിൻ്റെ കണ്ടന്റ് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം അതല്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ തിരുവല്ലയിലെ കണ്ണുനീരിൻ്റെ വിലയായി വാങ്ങിയ ആ സ്റ്റേഡിയത്തിൽ തന്നെ ദൈവസഭയുടെ കൺവെൻഷൻ നടക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ക്രൈസ്തലോ അതിനെതിരെ എത്ര ശക്തമായ പ്രതികൂലങ്ങൾ വന്നാലും നമ്മൾ അതിനെ തരണം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വിഷയം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ സന്തോഷമല്ലേ? തിരുവല്ല സ്റ്റേഡിയം അല്ലെങ്കിൽ അത് നശിച്ചു പോകും. ഏകദേശം 3 ഏക്കർ സ്ഥലം നമ്മൾ നോക്കുന്നില്ലെങ്കിൽ താണുകൊണ്ടിരിക്കുക. അതൊത്തിരി പുനരുദ്ധാരണ പണികൾ അതിൽ ചെയ്യണം. അതിൻ്റെ ഫെൻസിങ് കെട്ടണം. നമ്മളിടുന്ന മണ്ണെല്ലാം അപ്പുറത്തെ പാടത്തേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങി പോവുകയാണ്. അപ്പോൾ അതൊക്കെ കെട്ടി ഉറപ്പിച്ചെടുക്കണം. ദൈവത്തിന് സ്തോത്രം. അതിന് അടുത്തുള്ള ഒരു സെന്റിന്റെ വില എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ 3 ഏക്കർ സ്ഥലത്തിന് ദൈവസഭ എത്ര കോടിയോ 30 കോടി രൂപ വില വരുന്ന പ്രോപ്പർട്ടിയാണ്. നമ്മൾ അത് ഗൗനിക്കാതെ പോയാൽ നഷ്ടപ്പെട്ടു പോകുന്നത്. അത് കിടന്നാൽ അത് താന്ന് വീണ്ടും പാടമാകും. അപ്പൊ നമുക്കത് കളയാനൊക്കത്തില്ല. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവമക്കൾ കണ്ണുനീരൊഴുക്കി അവരുടെ പ്രയത്നത്തിൽ നിന്ന് നൽകിക്കൊടുത്ത പൈസയുടെ ഫലമാണത്. അത് ആക്കിയെടുക്കുന്നതിന് ശരിക്കും അല്ലാതെ ദൈവത്തിന് സ്തോത്രം അതിലെ കമ്മീഷൻ അടിക്കാനൊന്നും അല്ല. എത്രയോ വിചിത്രമായിട്ടാണ് എഴുതിയത്. നമുക്ക് വൈറ്റ് മണി അല്ലാതെ 10 പൈസ 10,000 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ചെക്കിലൂടെ മാത്രമേ നടത്താൻ പറ്റൂ. അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ സിസ്റ്റം. അല്ലാതെ ഒന്നും നടക്കത്തില്ല. ഇതൊക്കെ പകൽ വെളിച്ചം പോലെ അറിയാമെങ്കിൽ ഇരുട്ടുകൊണ്ട് സത്യത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്ന ചില കുബുദ്ധികൾ അത്ര മാത്രമേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസലോ. അതുകൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. സഭ കർത്താവിൻ്റെതാണ്. കർത്താവായ യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളത്തിന്റെ വാതിലുകൾക്ക് അതിനെ ഒതുക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത് ഓവർസിയർ അല്ല, സെൻട്രൽ പാസ്റ്റർ അല്ല, ഒരു ലോക്കൽ പാസ്റ്റർ അല്ല, പറഞ്ഞത് സർവശക്തനായ ദൈവമാണ്. തന്റെ ചങ്ക് പിളർന്ന് അവസാനത്തുള്ള രക്തവും മറുവിലയായി കൊടുത്ത യേശു കർത്താവ് പറഞ്ഞു, അതിനെ എൻ്റെ പണിയെ തകർക്കാൻ, അതായത് കർത്താവിന്റെ കരത്തെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ആകയാൽ ദൈവം നമ്മോടുകൂടെ. നെഹമ്യാവ് പറയാണ്, ദൈവം നമ്മോടുകൂടെ ഉണ്ട്. കർത്താവ് നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. നമുക്ക് രാജാക്കന്മാരുടെ സഹായം വേണ്ട, മറിച്ച് സർവശക്തന്റെ കരം കൂടെ ഇരുന്നാൽ മതി. കാര്യം സാധ്യമാക്കി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സന്തോഷത്തോടെ അല്പനേരമുള്ള കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സമയത്തിന്റെ പരിമിതി ഉണ്ട്, ഞാനത് മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ഒരു സഭയിൽ അല്പസമയം ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ചിന്ത അതെന്നെ വളരെ സ്പർശിക്കുവാനിടയായി. ദൈവത്തിന് സ്വതമായി ബന്ധപ്പെട്ട ഒരാലോചന ഈ പൊതുസഭയിൽ ഓർപ്പിച്ച്, സഭായോഗത്തിൽ ഓർപ്പിച്ച്, തിരുമേശ ശുശ്രൂഷ നിർവഹിച്ച് 12:30 തന്നെ ഇവിടുത്തെ സഭായോഗം തീരുന്ന സമയത്ത് തന്നെ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയല്ലേ ഒരു സെക്രട്ടറി? അതെ, അതിനപ്പുറം പോവുകയല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആധാരമായിട്ട് വായിക്കാം. ആമേൻ. സ്തോത്രം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നോക്കാൻ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമുക്കൊരു നായകനുണ്ട്, അത് വാഴ്ത്തപ്പെട്ട കർത്താവാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം വരുത്തുവാൻ സംഘടനയ്ക്കല്ല കഴിയുന്നത്, നാം നോക്കുന്ന സർവശക്തനായ കർത്താവിനാണ്. നമ്മുടെ വിശ്വാസം എന്താണ്? ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, കർത്താവിന് സ്തോത്രം, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നും നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് നാം ആമേൻ സ്തോത്രം ഉറച്ചിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതാണ് നമ്മുടെ വിശ്വാസം. ഈ താഴ്ചയുള്ള ശരീരത്തിന്റെ പുഷ്ടിക്ക്
വേണ്ടിയല്ല നമ്മൾ ആരാധിക്കുന്നത്. ഈ താഴ്ചയുള്ള ശരീരത്തിന് ഒരു തേജസ്കരണത്തിന്റെ അനുഭവത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അതാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നായകൻ. ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണം വരുത്തുന്നത് ആ കർത്താവാണ്. അതാണ് ഇന്ന് പകൽ ഞങ്ങളുടെ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ധന്യനായ പൗലോസ്ലീഹ പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഉയരത്തിലുള്ളതാണ് ചിന്തിക്കുന്നത്, ഭൂമിയിലുള്ളതല്ല. നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഉയരത്തിൽ യേശുക്രിസ്തു ഇരിക്കുന്ന ഇടമായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പി, ഭൂമിയിലുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഒരു തലമുറ വരെ ജീവിച്ചിട്ട് 2 തലമുറയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെച്ചു പോകുന്ന ഒരു വിശ്വാസമല്ല നമ്മുടെ വിശ്വാസം. മറിച്ച് എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച് ഞാൻ ഇല്ലാതെയായി തീർന്നാലും എനിക്കൊരു വിശ്വാസമുണ്ട്. ദേഹസഹിതനായി എന്റെ പ്രിയനെ ഞാൻ കാണും. അന്യ കണ്ണല്ല, സ്വന്തം കണ്ണാൽ എന്റെ കർത്താവിനെ ഞാൻ കാണും. എത്ര പേർക്ക് സന്തോഷമുണ്ട്. എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിക്കട്ടെ, എന്റെ ശരീരം ഇങ്ങനെ ദ്രവിക്കട്ടെ, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടട്ടെ, പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്. എന്റെ കർത്താവിനെ ഞാൻ കാണും. ഹല്ലേലൂയ. മറ്റൊരാൾ കാണുമെന്നല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ എന്റെ കർത്താവിനെ ഞാൻ കാണും. അതാണ് എന്റെ വിശ്വാസം. അതിന്റെ പൂർത്തീകരണം വരുത്തുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ. അത് ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവ് യേശു ക്രിസ്തുവാണ്. സന്തോഷത്തോടെ അവരെ തുറന്ന് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകലിടയാകട്ടെ. ഒരു സംഘടനയല്ല നമ്മുടെ വിഷയം, ഒരു ആരാധനയുടെ ഗ്രൂപ്പല്ല നമ്മുടെ വിഷയം. ഒരു നിത്യതയുടെ അവകാശിയുടെ ഏക ചിന്ത അത് പ്രാപിക്കുമ്പോഴുള്ള വിശുദ്ധ ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പൗലോസ്, ധന്യനായ പൗലോസ്ലീഹ അത് എബ്രായയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ കടന്നു പോകാനിടയായി. അവരെ കുറിച്ച് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, അവർ നിന്ദകളാലും കുത്തുകാഴ്ചകളാലും ഒക്കെ പീഡകളാലും ഒക്കെ ഒരുപാട് അനുഭവിക്കുവാനിടയായി. അനുഭവിക്കും തോറും അവരുടെ മനസ്സ് ധൈര്യപ്പെടുന്നതിന് പകരം ചിലരുടെയെങ്കിലും ഉള്ളിൽ ക്ഷീണിച്ച് അവർ പിന്നോട്ട് പോകാനിടയായി. അങ്ങനെ പിന്നോട്ട് പോകുന്നവരെ നോക്കിയിട്ട് പൗലോസ് പറഞ്ഞു, പിന്മാറുന്നവരെ കുറിച്ച് ദൈവത്തിന്റെ ഉള്ളിൽ പ്രസാദമില്ല. സ്തോത്രം. സഹിഷ്ണുതയോടെ ജീവിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരെയാണ് ആവശ്യം എന്ന് പറഞ്ഞതിന് ശേഷം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ കർത്താവിന്റെ ദാസൻ പറയാണ്, വിശ്വാസത്താൽ ഒരു വലിയ പട്ടിക അവിടെ നിരത്തുകയാ. ദൈവത്തിന് സ്തോത്രം. 40 വാക്യങ്ങൾ അടങ്ങുന്ന ആ അധ്യായത്തിൽ പഴയ നിയമ വിശുദ്ധന്മാരെ മുഴുവൻ അക്കമിട്ട് നിരത്തിയിട്ട് 32-ാം അധ്യായത്തിൽ വാക്യത്തിൽ പറയുന്നു, ഇനി എന്തു പറയേണ്ടു. ദൈവത്തിന് സ്തോത്രം. ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ് തുടങ്ങിയ സ്തോത്രം അവരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇവരുടെ വീര്യപ്രവർത്തികൾ, ഇവരിലൂടെ ദൈവം ചെയ്തെടുത്ത അത്ഭുതങ്ങൾ അനവധിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് പറയുന്ന ആരോടാ? ഇത് ആരോടാ പറയുന്നേ? എബ്രായ വിശ്വാസികളോട്. എബ്രായ മതത്തിൽ നിന്ന്, യഹൂദ മതത്തിൽ നിന്ന് കർത്താവിനെ ആരാധിപ്പാൻ വേർതിരിക്കപ്പെട്ടവരോടാ. കർത്താവ് ഇപ്പം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ സമൂഹം കർത്താവിന്റെ വരവ് താമസിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെ അവൻ സ്വന്തം ജനം തന്നെ പീഡിപ്പിക്കാൻ ഇടയായി, അവരെ അത് പ്രയാസപ്പെടുത്താൻ ഇടയായി. അങ്ങനെ പ്രയാസവും പീഡകളും അനുഭവിക്കുന്നവരുടെ ഈ ഗ്രൂപ്പ് മാനസികമായി തളർന്നു. അവർ തിരിച്ച് യഹൂദ മതത്തിലേക്ക് പോകണോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിക്കുകയും ചിലർ പിന്മാറി പോവുകയും ചെയ്ത സന്ദർഭത്തിൽ തന്റെ മതത്തിലെ ആ സമൂഹത്തിൽ നിന്ന് ക്രിസ്തുവിനെ ആരാധിക്കാൻ വേർതിരിക്കപ്പെട്ടവരായ വിശുദ്ധന്മാരോട് എഴുതി ഓർപ്പിക്കുകയാണ്. ആമേൻ. 10 അധ്യായങ്ങൾ എഴുതിയ ശേഷം 11-ാമത്തെ അധ്യായത്തിൽ അവർക്ക് സുപരിചിതരായിരിക്കുന്ന, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, വ്യക്തികളുടെ പേര് അവിടെ എഴുതി. ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം വിശ്വാസ വീരന്മാരാണ്. അവർ അത്ഭുതങ്ങൾ ചെയ്തവരാണ്. അവർ ചെയ്തതൊക്കെ വിവരിക്കാനായി
പറയാനായിട്ട് സമയം പോരാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർ ചെയ്ത വിശ്വാസത്തിലുള്ള വീര്യപ്രവൃത്തികൾ എന്താണെന്ന് അടുത്തത് വായിക്കുന്നുണ്ട്. വായിച്ചു വേഗം വിടാമോ? ദൈവത്തിന് രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. രാജ്യങ്ങളെ അടക്കി, സിംഹങ്ങളുടെ വായടച്ചു, നീതി നടത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് അവർ മരണത്തിനും ജീവനും ഇടയ്ക്ക് അവരെ ഛേദിച്ചു കളയുന്ന വാളിന്റെ വായ്ക്കൽ നിന്ന് അവർ തെറ്റി. ശക്തി പ്രാപിച്ചു. അവർ ബലഹീനരായപ്പോൾ വിശ്വാസത്താൽ അവർ ശക്തി പ്രാപിച്ചു. വീരന്മാരായി തീർന്നു. യുദ്ധത്തിൽ അവർ വീരന്മാരായി തീർന്നു. സൈന്യങ്ങളെ ഓടിച്ചു. അവർ ഓടിച്ചു. സ്ത്രീകൾക്ക് നമ്മുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ കിട്ടി. ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉത്താരണം കൈക്കൊള്ളാതെ വേദ്യമേറ്റു. വേറെ ചില പരിഹാസം അതിന് മുകളിലോട്ട് വായിച്ചത് എന്താ? അവർ നീതി നടത്തി, സിംഹങ്ങളുടെ വായടച്ചു, രാജ്യം ഭരിച്ചു, ഒരുപാട് കാര്യം ചെയ്തു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇവരാണ് ഭക്തന്മാർ. നേടിയവരാണ് ഭക്തന്മാർ. ശരിയാണോ? ശരിയല്ലയോ? ഇവിടെ പിച്ചക്കാരന്മാരെ പോലെ ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്നത് നമ്മൾ ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്ന് മറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ന്യൂജൻ സഭാ ഗ്രൂപ്പുകളിലേക്ക് പോകുമ്പോൾ ന്യൂജൻ ഗ്രൂപ്പുകളുടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് ദാരിദ്ര്യം ശാപമാണ്, കഷ്ടത ശാപമാണ്, രോഗം ശാപമാണ്, സമ്പത്താണ് ദൈവാനുഗ്രഹം. കേട്ടിട്ടില്ലയോ നിങ്ങൾ? ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല, നിങ്ങളെന്നെ പറഞ്ഞു. പഴയ കാലങ്ങളിൽ നമ്മുടെ പാസ്റ്റർമാരൊക്കെ ഉപദേശം സഭയിൽ പ്രസംഗിക്കുമായിരുന്നു. ഇപ്പൊ ഉപദേശം പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ വിചാരിച്ചേക്കുന്നത് എന്താണെന്നറിയാമോ? അനുഗ്രഹമാണ് യഥാർത്ഥ ഉപദേശം, അനുഗ്രഹമല്ല ഉപദേശം. ക്രൈസ്തല്ലോ ഈ ഭാഗം പഠിക്കണം. സിംഹങ്ങളുടെ വായ അടക്കിയവൻ വിശ്വാസത്താല, തീയുടെ ബലം കെടുത്തിയത് വിശ്വാസത്താല, രാജ്യങ്ങളെ അടക്കിയത് വിശ്വാസത്താല, വാളിന്റെ വായ്ക്കൽ നിന്ന് തെറ്റി ജീവൻ രക്ഷപ്പെട്ടത് വിശ്വാസത്താല. പക്ഷെ അവർ മാത്രമല്ല ഭക്തന്മാർ. അതേ വിശ്വാസത്താൽ സെയിം ഫെയ്ത്തിൽ. അടുത്ത കാര്യം ഒന്ന് വായിച്ചേ. ചില ഉദ്ധാരണം കൈക്കൊള്ളാതെ അതോ രാജ്യമടക്കിയവരിൽ വ്യാപരിച്ച അതേ വിശ്വാസത്താൽ ഉയർച്ചയൊന്നും കിട്ടാതെ അടികൊണ്ടു. അതും വീരന്മാരാ കേട്ടോ. ഉയർച്ചയൊന്നും കിട്ടാതെ അടിയേറ്റവരും ആരാ? നമ്മളാന്നേ പറയാം അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ കിട്ടിയത്. പക്ഷെ തമ്പുരാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഉദ്ധാരണം കൈക്കൊള്ളാതെ അവർ ഭേദ്യമേറ്റു. അപ്പം ഭേദ്യമേറ്റവരും ഈ വിശ്വാസത്തിന്റെ വീരന്മാരാണ്. നേടിയവർ മാത്രമല്ല, നഷ്ടപ്പെടുത്തിയവരും വീരന്മാരാണ്. കഷ്ടത അനുഭവിച്ചവരും വീരന്മാരാണ്. സമൂഹത്തിന്റെ ഉയർച്ചയല്ല അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം. അവൻ പറയുവാനൊന്നുമില്ലെങ്കിലും കർത്താവിന്റെ കൃപയിൽ നിലനിന്നവരെല്ലാം വിശ്വാസത്തിന്റെ വീരന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാമോ? നമ്മുടെയൊക്കെ ഭാഷ, നമ്മുടെയൊക്കെ സഭകളിൽ ആ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽ ആ കാഴ്ചപ്പാട് മാറാനല്ല, ദൈവം നടത്തുന്ന വിളിയെക്കുറിച്ച്, ദൈവത്തിന്റെ വിളിയെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടാവണം. ഒന്ന് വായിച്ചേ, താഴോട്ട് വായിച്ചേ. ദൈവത്തിന് സ്തോത്രം. വേറെ ചിലർ പരിഹാസം ചമ്മട്ടി. നോക്കണേ, വേറെ ചിലർ പരിഹാസമേറ്റു. ദാവീദ് രാജ്യത്തെ അടക്കി അതേ വിശ്വാസം വ്യാപരിച്ച ചിലർ, ദാവീദ് മാനിക്കപ്പെട്ട് പ്രശംസിക്കപ്പെട്ടെങ്കിൽ അതേ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ ചിലർ സ്തോത്രം പരിഹാസമേറ്റുവാനിടയായി. സ്തോത്രം. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്,
സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളെ, കർത്താവിന്റെ പേരെയും കർത്താവിന്റെ നാമവും കർത്താവിന്റെ വഴിയും സുഗമവും അതേ സ്തോത്രം നല്ലതുമല്ല. ആമേൻ. കർത്താവായ യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങളെ കുറിച്ച് എല്ലാ കളവും ചതിവായി പറയുമ്പോൾ, എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളണം. കാരണം ഈ മാർഗം സുഖത്തിന്റെ മാർഗമല്ല, ഈ മാർഗം പ്രശംസയുടെ മാർഗമല്ല, ഈ മാർഗം ഭൂമത്തയുടെ മാർഗമല്ല. മുള്ളും പറക്കാഴിയും നിറഞ്ഞ ലോകത്തിലൂടെ, കാലിൽ കൊള്ളുന്ന വേദനയുടെ അനുഭവത്തിലൂടെ വിശ്വാസം ത്യജിക്കാതെ ഭക്തി മുറുകെ പിടിച്ച് കർത്താവിനുള്ള പ്രത്യാശയോടെ ജീവിക്കുന്ന ഭക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകത്തിന്റെ യോഗ്യതയല്ല. ഞാനൊരു സഭയിൽ ചെന്നപ്പോ എന്നെ ഒരു മൊമെന്റോ തരാൻ നേരത്തെ ഒരു പാസ്റ്റർ പറഞ്ഞു, ആ മൊമെന്റോയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സർവാധികാരിയായിരിക്കുന്ന ബഹുമാന്യനായ ബോസ്. ഞാൻ പറയൂ, അങ്ങനൊന്നും പറയരുത്. എൻ്റെ കൂടെ മാത്യു പാസ് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഓവർസറൊന്നും വലിയ ആളൊന്നുമല്ല. എൻ്റെ ഓവർസർ എന്തോ വലിയ ആള്. നമ്മൾ എനിക്ക് കുറച്ച് നാളിൽ നിന്ന് ഓവർസർ മേളിൽ നിന്ന് നോക്കാൻ ചുമതലപ്പെടുത്തി. ഓവർസർ എന്ന് പറഞ്ഞ മുകളിൽ ഇരുന്ന് നോക്കുന്നവൻ. അതിൽ കൂടുതൽ ഒന്നുമില്ല. ഒരു ടൈം കഴിയുമ്പോൾ വേറൊരാൾ കയറിയിരിക്കും. അതായത് എൻ്റെ കസേരയൊന്നുമല്ല. ഞാൻ ആ കസേരയെ നോക്കിക്കൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, ഇത് എൻ്റെ കസേരയല്ല. ഇതിന് കഴിഞ്ഞിട്ട് എനിക്ക് പോകുമ്പോൾ വേറൊരാൾ വന്നിരിക്കും. എൻ്റെ ആണെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോകാൻ അവനേക്ക്. അപ്പൊ എൻ്റെ കസേരയല്ല. അനുഗ്രഹീതരായ 10 പേര് ഇരുന്നിട്ട് ആ കസേര അവിടെ ഇരിപ്പുണ്ട്. 11ാമത് ഞാനിരിക്കുന്നു, 12ാമത് കർത്താവ് വരാനാവുമ്പോൾ വേറൊരാൾ ഇരിക്കും. അങ്ങനെ 13 ഇരിക്കും, 14 ഇരിക്കും. കർത്താവ് വരുന്നവരെയും ആളുകൾ മാറിയിരിക്കും. അതിന്റെ അർത്ഥം കയറുന്ന ഓവർസർ അല്ല വലുത്. സ്തോത്രം. നമ്മളൊരു സാധാരണ മനുഷ്യനാ. വിശപ്പും ദാഹവും വിഷമവും വേദനയും കണ്ണുനീരും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യനാ. സ്തോത്രം, സ്തോത്രം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് പറയുന്നത്. സന്തോഷത്തോടെ കർത്താവ് ശ്രമിച്ചാൽ. അപ്പൊ ഒരു മേൽനോട്ടക്കാരൻ മാത്രമാ. ചുരുങ്ങിയ കാലത്തേക്കും അതൊന്നും എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, പഴയ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കന്താണി ഇല്ലേ? നോട്ടക്കാരൻ, നോട്ടക്കാരൻ, വാച്ചർ. വാച്ച് ചെയ്തവനെയാണ് വാച്ചർ എന്ന് പറയുന്നത്. നോക്കുന്നവനെ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ പദത്തിലൊന്നുമില്ല. പണ്ട് തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, വാച്ചർ. വാച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭാഷയെന്നറിയത്തില്ല. വാച്ചർ എന്ന് പറഞ്ഞാൽ നോക്കുന്നവൻ, ദർശിക്കുന്നവൻ. ഓവർസർ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുന്നവൻ. അത്രേ ഉള്ളൂ. അതിൽ കൂടി വലിയ കാര്യമൊന്നും ഇതിനകത്തില്ല. 100 കണക്കിന് പാസ്റ്റർമാർ, 10,000 പാസ്റ്റർമാർ, ലക്ഷക്കണക്കിന് വിശ്വാസികൾ, അവരുടെ കണ്ണുനീരും അവരുടെ അധ്വാനവും അവരുടെ പ്രയത്നവും അവർ ചിലവിട്ടതും അവരുടെ അധ്വാനവുമായി ഈ പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയെന്ന് പറയുന്നത് ഒരാളല്ല. അവർ മനസ്സ് തുറന്നത് കൊണ്ടാ, അവർ കരം തുറന്നത് കൊണ്ടാ, അവർ നീട്ടിയത് കൊണ്ടാ, അവർ പ്രവർത്തിച്ചത് കൊണ്ടാ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതിലൊരു ഭാഗം മാത്രമാ നമ്മള്. ഞാനും നിങ്ങളുമൊക്കെ അതിന്റെ ഒരു പാട്ട് മാത്രമാ. ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇതിലെ വെള്ളം വറ്റുമ്പോ സരാഫാത്തയിലെ വിധവയുടെ ആ കലത്തിലെ ഒരു അടയുടെ മാവാണ് ഏലിയാവിനെ നിർത്തിയതെങ്കിൽ, ആ ഏലിയാവിനെ കൊണ്ടാണ് കർമ്മേലിൽ ഇറക്കുവാൻ ദൈവം ഇടയാക്കിയതെങ്കിൽ, അവൻ കെരീതിലെ കാക്കയ്ക്കും അവൻ ശുശ്രൂഷയ്ക്ക് ഭാഗമുണ്ട്. കെരീതിലെ കാക്കയ്ക്ക് മാത്രമല്ല, സരാഫാത്തയിലെ വിധവയ്ക്കും ഈ ശുശ്രൂഷയുടെ ഭാഗമുണ്ട്. കർമ്മേലിൽ തീ ഇറക്കുവാൻ ഏലിയാവിനെ ദൈവം ഉപയോഗിക്കുമ്പോൾ ഇവരെല്ലാം പട്ടികയിൽ വരും. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, ഞാനും നിങ്ങളും ചെയ്യുന്ന പ്രവൃത്തി ചെറുതല്ല. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരുന്നവരായിരിക്കട്ടെ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സമയം പോവാ. നിങ്ങളുടെ വാച്ച് 10 മിനിറ്റ് ഫാസ്റ്റാ കേട്ടോ. എന്റെ കുഴപ്പമില്ല. ശരിയല്ലോ ജോബിലെ? ആണോ? മാത്രം ഭാഷണം പറഞ്ഞു. അത് കൂട്ടി വെച്ചുകൊണ്ട് ഞാൻ ഈ വാച്ചിലാണ് നോക്കുന്നത്. 20 മിനിറ്റിനും ഉണ്ട്. സ്തോത്രം. അത് 10 മിനിറ്റ് കൂട്ടി വെച്ചാൽ സ്വതം ഭാഷ നിങ്ങൾക്കറിയാതെ 10 മിനിറ്റ് കൂടുതലാണ്. പിന്നെന്തിനാ അത് സ്റ്റാൻഡേർഡ് സമയം വെച്ചാൽ?
എല്ലാ സഭയിലും ചെല്ലുമ്പോൾ 10 മിനിറ്റ് കൂട്ടി വെക്കും. ഉപദേശിമാരായാലും വലിയ തന്ത്രജ്ഞാണ്, വാച്ചെ നോക്കിയിട്ടാ പ്രസംഗിക്കാൻ കയറുന്നത്. അതുകൊണ്ട് കറക്റ്റ് സമയം പോയി കേട്ടോ. സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പോ ഇവിടെ എന്താ വായിക്കുന്നേ? ഹല്ലേലൂയ. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. ചിലര് നമ്മുടെ മുമ്പിലത്തെ കാറ്റഗറി വായിച്ചു, വാളിന്റെ വായിക്ക് എന്ത് ചെയ്തു? നമ്മൾ അവരാണ് ഭക്തന്മാർ. ഇവിടെ ഈർച്ചവാൾ എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് അറിയാമോ? ഇതൊന്നും അറിയാൻ ഒരു വഴിപ്പൂവില്ല. പ്രത്യേകിച്ചും ഈ മേപ്രാട് ഭാഗത്ത് അങ്ങനെയുള്ള വാള് കാണാൻ സാധ്യതയില്ല. ഞങ്ങളുടെ നാട്ടിൽ മലനാടുകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് ഒരു ഉയരമുള്ള 2 തടികൾ എടുത്തിട്ടിട്ട് അതിന്റെ മുകളിൽ തടി അറക്കുന്നതിന് ഒരു വാള്, ഒരാൾ മുകളിൽ നിൽക്കും, ഒരാൾ താഴെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ 2 പേര്. ഇന്നത്തെ സ്വാമിക്ക് ഇപ്പോഴാ ഏതാണ്ട് കുറെ കാലം മുമ്പാ വരുന്നത്. അന്ന് അറക്കുന്ന ഈർച്ചവാള്. ദൈവത്തിന് സ്തോത്രം. അതായത് സെയിം പ്രൊസീജിയർ തന്നെ. അപ്പൊ ഈ ഒരു തടിയോട് ചേർത്ത് മനുഷ്യനെ, ജീവനുള്ള മനുഷ്യനെ കെട്ടിയിട്ട് ഇവനെ എന്ത് ചെയ്യും? ആ തടിയിലോട്ട് ഇങ്ങനെ ചേർത്ത് കെട്ടിയിട്ട് വാള് കൊണ്ട് ഇങ്ങനെ അറക്കുമ്പോ പച്ച ജീവനുള്ള മനുഷ്യനെ തല മുതൽ ഇങ്ങനെ അറുത്ത് മാറ്റുമ്പോൾ അവൻ വേദന അനുഭവിച്ച ആ വേദന ഈ സഭയുടെ വളർച്ചയ്ക്ക് ഉതകിയതാ. ഓർക്കണം, ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന ഈ സന്തോഷം, ഇന്ന് പളുപളുത്ത മെത്തയിൽ ഉറങ്ങുന്നെങ്കിൽ, വിഭസമൃദ്ധമായ ആഹാരം കഴിക്കുന്നെങ്കിൽ, ഈ ദൈവിക നന്മ അനുഭവിക്കുന്നെങ്കിൽ, ഇതൊന്നും അനുഭവിക്കാതെ പച്ച മനുഷ്യനെ 2ആയി കീറി മുറിക്കപ്പെടുമ്പോ വേദന കൊണ്ട് പിടയാതെ വിശ്വാസത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത വീരന്മാരുടെ സഭയാണ് ദൈവത്തിന്റെ സഭ. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിക്കട്ടെ. ജടയാടുകളുടെയും കോലാടുകളുടെയും തോണ്ടടിച്ചുകൊണ്ട് രംഗസ്ഥലങ്ങളിൽ തീപ്പന്തം പോലെ കത്തി എറിഞ്ഞവർ അവരുടെ സഭയ ദൈവത്തിന്റെ സഭ. വില കൊടുത്തവരുടെ സഭ, നേടിയവരുടെ നല്ല വില കൊടുത്തവരുടെയും കൂടെയാ ദൈവത്തിന്റെ സഭ. എത്ര പേര് സന്തോഷത്തോടെ ഇന്ന് പകൽ കർത്താവിനെ ആരാധിക്കും? നേടിയതിനെ കുറിച്ച് സന്തോഷിക്കുന്നതിനേക്കാൾ വിട്ടുകൊടുത്തവരുടെ സമൂഹമാ ദൈവത്തിന്റെ സഭയെന്ന് എത്ര പേർ അറിഞ്ഞ് ഈ സഭയുടെ അനാഥനായ കർത്താവിനെ അവൻ സന്തോഷത്തോടെ ആരാധിക്കും? ഭേദ്യമേറ്റവരുടെ സഭയാ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരുടെ സഭയാ, നഗ്നത അനുഭവിച്ചവരുടെ സഭയാ, നിന്ദിക്കപ്പെട്ടവരുടെ സഭയാ. അവരുടെ ഈ വിശ്വാസത്തിന് വേണ്ടിയാ ഇന്നേക്ക് ഒരു 50 വർഷം 40 വർഷം മുൻപ് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് ഇറങ്ങുമ്പോ കൂട്ടുകാർ ഉപേക്ഷിച്ച് നിർത്തിയപ്പോ, നാട്ടുകാർ ഉപേക്ഷിച്ച് നിർത്തിയപ്പോ, വീട്ടുകാർ ഉപേക്ഷിച്ച് നിർത്തിയപ്പോ, സമൂഹം പഠിച്ചു മാറ്റി നിർത്തിയപ്പോ, അന്ന് നിന്നെ സഹിക്കുവാൻ തയ്യാറായവരുടെ സഭയോ ദൈവത്തിന്റെ സഭ. ഇന്ന് പകൽ സമൂഹത്തിൽ നമുക്ക് മാന്യതയുണ്ട്, ഇന്ന് അംഗീകാരമുണ്ട്, സമ്പത്തുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെയുള്ളതല്ല ദൈവത്തിന്റെ സഭ. പട്ടിണി കിടന്നവർ ഈ സഭയിൽ ഉണ്ടായിരുന്നു, കഷ്ടത അനുഭവിച്ചവർ ഈ സഭയിൽ ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ടവർ ഈ സഭയിൽ ഉണ്ടായിരുന്നു, രോഗത്താൽ ഭാരപ്പെട്ട് പ്രാണനെ വെടിഞ്ഞവർ ഈ സഭയിൽ ഉണ്ടായിരുന്നു. അവരുടെ സഭയാ ദൈവത്തിന്റെ സഭ. ഇന്ന് പകൽ ഈ കർത്തൃമേശയുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഇത് നമുക്ക് തന്ന നാഥനെ ഒന്ന് നോക്ക്. അടിയേറ്റവനായി, മുറിവേറ്റവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാണ് മുതുകുടമുജാതി പോലെ കീറിയിട്ട് തലയിൽ മുൾമുടി അണിഞ്ഞ് മുഖം വിരുദ്ധമാക്കി പോകുന്നവർ, വഴിപോകുന്നവർ തലകുലുക്കത്തക്ക നിലയിൽ പരിഹാസമായി ഉയർന്നവന്റെ സഭയാ. യേശുവിന്റെ നാമത്തില് ആത്മാവിന്റെ സാന്നിധ്യം ഈ ആലയത്തിൽ ഞാൻ വിളിച്ചറിയുക. എത്ര പേർ എന്നോട് ചേർന്ന് ആ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കും? ഇത് മഹത്വം പ്രാപിക്കുന്ന സഭയാ. നിന്ദിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടായിരുന്നു, പരിഹാസമേറ്റവർ ഇതിനകത്ത്
കഷ്ടത അനുഭവിച്ചവർ ഇതിനകത്തുണ്ടായിരുന്നു. അവൻ തലചായ്ക്കാൻ ഇടമില്ലാതെ വഴിയോരങ്ങളിൽ പട്ടുപോയവർ ഇതിനകത്തുണ്ടായിരുന്നു. സകലതും നഷ്ടപ്പെടുത്തി ഇറങ്ങിയവർ ഇതിനകത്തുണ്ടായിരുന്നു. വീട്ടുകാർ ഇറക്കി വിട്ടവർ ഇതിനകത്തുണ്ടായിരുന്നു. സ്വത്തും സുഖങ്ങളും നഷ്ടപ്പെടുത്തിയവർ ഇതിനകത്തുണ്ടായിരുന്നു. എല്ലാം നിഷേധിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടായിരുന്നു. അവരൊന്നും അവൻ മറുത്തു പറഞ്ഞില്ല. അവരന്നും ഇന്നും ഉയർത്തിപ്പിടിച്ച ഈ പുസ്തകം ഇതിന്റെ നാഥൻ പറയുക, ഞാൻ എന്റെ സഭയെ പണിയും. പാതാളത്തിന്റെ ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയത്തില്ലെങ്കിൽ വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവരുമായ ആ ക്രിസ്തുവിനെ നോക്ക്. നീ ക്ഷീണിക്കാൻ അവൻ അനുവദിക്കത്തില്ല. തളർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. വാടിപ്പോകാൻ അവൻ അനുവദിക്കത്തില്ല. ഏതെങ്കിലും വിഷയത്തിൽ തളർച്ചയോടെ നമ്മൾ ആരാധിക്കുന്നെങ്കിൽ ആത്മാവിൽ ശക്തിപ്പെട്ട് ആ കർത്താവിനെ ആരാധിക്കട്ടെ. എല്ലാ ധനങ്ങളും തുറന്ന് ധനങ്ങളെ അടിച്ച് ആത്മനാഥനായ കർത്താവിനെ ആത്മാവിന്റെ ശക്തിയോടെ ആ ഭാഗം അവസാനിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാ, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാം സഹിച്ചത് ആ വിശ്വാസത്തിന് വേണ്ടിയാ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? നേടിയവരും വിശ്വാസത്താല, സ്വയം നഷ്ടപ്പെടുത്തിയവരും അതേ വിശ്വാസത്താല. സ്തോത്രം. അപ്പൊ നേടിയവർ മാത്രമല്ല, നേട്ടമൊന്നും പറയാനില്ലാത്തവരും ആ വിശ്വാസത്തിന് വേണ്ടിയാണ്. കാരണം ഈ ലോകത്തിലെ നേട്ടമല്ല നമ്മുടെ വിശ്വാസത്തിന്റെ മെറിറ്റ് കൽപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാൽ ഞാൻ കർത്തൃമേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ദാവീദ് ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ പ്രസ്ഥാനം ഉള്ളവൻ നഷ്ടപ്പെടുത്തിയതിനാൽ ലഭിച്ച സഭയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി ക്രൂശിലെ മരണത്തോളം താഴ്ത്തിയേൽപ്പിച്ചവന്റെ സഭയായി ഈ സഭ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഉന്നതങ്ങളെ വേണ്ടാന്ന് വെച്ചവന്റെ സഭയായി ഈ സഭ. ഇന്ന് ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ഇല്ലായ്മയിൽ നിന്ന് ഉള്ളത് നേടിയ ദൈവത്തിന്റെ സഭയല്ല. അവനെല്ലാം വേണ്ടാന്ന് വെച്ച് എന്നെയും നിങ്ങളെ സ്നേഹിച്ച് ഇറങ്ങി വന്നവന്റെ സഭയാ നമ്മുടെ സഭ. കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കപ്പെട്ടിട്ട് യാതൊരു കുറ്റത്തെ കുറിച്ചും ബോധം വരുത്തുവാൻ കഴിയാതിരുന്നിട്ടും അവൻ ചാട്ടവാറ കൊണ്ടുള്ള അവൻ ആ അടി 39 അടി. അത് ദൈവത്തിന് സ്തോത്രം. എത്രയെന്ന് നമുക്കറിയത്തില്ല. ആ റോമൻ പടയാളികളുടെ ബലിഷ്ഠമായ കരങ്ങളിൽ ഉയർന്നു പൊങ്ങി വീശി ചുറ്റിയ ആ ചാട്ടവാറിന്റെ അടിയേറ്റും മുതുക ഉഴവുചാല് പോലെ കീറിയിട്ട് ആ ചാലിൽ കൂടെ രക്തം ധാരധാരയായി ഒഴുകുമ്പോ കർത്താവിന്റെ മഹത്വം. അവനെ പരിഹസിച്ച് തീർന്ന ശേഷം അവന്റെ തലയിൽ മുൾമുടി വെച്ചിട്ട് പടയാളികൾ കോലുകൊണ്ട് അഞ്ഞടിക്കുമ്പോ ഓർത്തുകൊള്ളുക, ആരായിരുന്നു സ്വർഗങ്ങളിൽ അടങ്ങാത്ത സർവശക്തൻ എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരമായി തീരുവാൻ ആ തലയിൽ മുൾമുടി അണിയപ്പെട്ടിട്ട് അതിന്റെ കഠാര മുള്ളുകൾ ആ തലയോട്ടിയിൽ തറച്ചിറങ്ങിയത് അവൻ പാപിയായിരുന്നത് കൊണ്ടല്ല, എന്റെയും നിന്റെയും ശിക്ഷ അവന്റെ മേലായതുകൊണ്ട്. ആ കല്ല തടിയേറ്റത് അവൻ പാപിയായിരുന്നത് കൊണ്ടല്ല, അവന്റെ താടിരോമം വലിച്ചു മതിക്കപ്പെട്ടത് അവൻ പാപിയായിരുന്നത് കൊണ്ടല്ല. രക്തധാരിയായി ഉച്ചി മുതൽ വരെ രക്തധാരിയായി പീലാത്തോസ് നടുത്തളത്തിൽ അവനെ കൊണ്ടു നിർത്തുമ്പോ ഏൽപ്പിച്ചു കൊടുത്ത യഹൂദ പുരുഷന്മാർ നോക്കി നിൽക്കുമ്പോ അവരോട് പറയുക, നിങ്ങൾ ഏൽപ്പിച്ചു തന്ന ആ മനുഷ്യനിതാ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറൊരു മാംസപിണ്ഡം പോലെ യേശുവിനെ കൊണ്ടു നിർത്തുമ്പോ ഭാരമുള്ള മരക്കുരിശ് അവന്റെ തോളിൽ വെച്ച്
വെച്ചിട്ട് അർത്ഥപ്രാണനായ യേശു നടുത്തളം മുതൽ ഗോൽഗോഥ വരെ ആ മരക്കുരിശും ചുമന്നുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് നടന്നു പോയത് അവൻ പാപിയായതുകൊണ്ടല്ല, അവൻ പാപിയായതുകൊണ്ടല്ല, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേലായി. ഇന്ന് മുതൽ ഞാനും നിങ്ങളും ദൈവമൈതലായി തീരുവാൻ എന്റെ നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേൽ കർത്താവ് ചുമത്തുവാനിടയായി. അവൻ നാമോ അവനെ ആദരിച്ചില്ല, ദൈവമനെ ആദരിച്ചില്ല, നാമോ അവനെ ആദരിപ്പാൻ തയ്യാറായില്ല. പ്രിയപ്പെട്ടവരെ, ഈ തിരുമേശയിലേക്ക് കൈനീട്ടുമ്പോ ഇത് നമുക്ക് നൽകി തരുവാൻ നമ്മുടെ നായകൻ അനുഭവിച്ച വേദന നീ ധ്യാനിക്കാതെ ഈ അപ്പവീഞ്ഞുകൾ നീ ഭക്ഷിക്കരുത്. കാൽവറി ക്രൂശിൽ മൂന്നാണികളിൽ എന്റെ യേശുവിന്റെ കരതലങ്ങൾ ചുറ്റിക്കെട്ടിയിട്ട് കുർത്തുമൂർത്തിയാണികളാൽ അടിച്ചുറപ്പിക്കപ്പെട്ട ആ ശരീരം ആകാശത്തിനും ഭൂമിക്കും മധ്യേ പാറയിൽ വെട്ടിയ കുടിയിലേക്ക് ക്രൂശ് വലിച്ചെറിയുമ്പോ അസ്ഥിയോട് ചേരാതെ വണ്ണം ആടി ഒലിയുമ്പോ അവൻ നിലവിളിച്ചില്ല. ഞാനും നീയും നിലവിളിക്കാതിരിപ്പാൻ പാപത്തിന്റെ അതിഭയങ്കരമായ ശിക്ഷ എനിക്കും നിങ്ങൾക്കും വന്നു ഭവിപ്പാതിരിപ്പാൻ അവൻ ഇതെല്ലാം സഹിച്ചെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ യേശുവിനെ നീ ശ്രദ്ധിച്ചു നോക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വന്നിരിപ്പാൻ എനിക്ക് യോഗ്യത തന്ന ദൈവം, ഈ തിരുവചനം കരങ്ങളിൽ എടുക്കുവാൻ എനിക്ക് യോഗ്യത നൽകിയ ദൈവം, മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ട് സ്വന്തതോടിൽ തലചായ്ച്ച് ചങ്ക് പിളർന്നിട്ട് അവസാനത്തിൽ രക്തം വെള്ളത്തോടുകൂടെ പുറത്തു വന്ന് പ്രാണനെ വിട്ടരിമത്തിൽ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഉയരങ്ങളിലേക്ക് വാസസ്ഥലമൊരുക്കുവാൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശുദ്ധിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി, കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ കരേറിപ്പോയ യേശു കർത്താവ് അവൻ രാജാവായി വീണ്ടും വരും, വീണ്ടും വരും. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം. ഞാൻ പ്രതീക്ഷിക്കുന്ന എന്റെ കർത്താവ് വീണ്ടും വരും. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് എന്നെ ചേർക്കുവാൻ വീണ്ടും വരും. ഇത് വിളിച്ചു പറയുന്ന ശുശ്രൂഷ തിരുമേശ. അവൻ അതിൻ്റെ പവിത്രതയോടെ നമുക്കതിൽ പങ്കുകാരാകാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു നിമിഷം ഈ ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ആമേൻ, ഹല്ലേലൂയ. ക്രൂശിന്മേൽ, ക്രൂശിന്മേൽ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കാൻ അതിനാധാരമായി നാം ദൈവസന്നിധിയിൽ ഓർപ്പിച്ച് മനസ്സുകളെ ഉണർത്തുന്ന ഒരു വേദഭാഗം ഇപ്പോൾ കർത്താവിന്റെ ബേബി കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കും. കൊരിന്ത്യർ 1-ാം അധ്യായം 11-23-ാം അധ്യായം. ഞാൻ കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം
അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പത്തിന്റെയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് യോഗ്യമായ അപ്പത്തിന്റെയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധനയിൽ വേണം ഈ അപ്പത്തിന്റെയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിഭജിക്കുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നാം ഈ വായിച്ച വേദഭാഗം നമ്മുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുന്നത് ഇങ്ങനെയാണ്: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു നൽകി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നത്. നാം ഈ തിരുമേശയിലേക്ക് കടക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശ് ഓർമ്മയാണ് നമ്മെ ഭരിക്കുന്നത്. അവിടെ തന്നെ പാനപാത്രം എടുത്ത് ഇത് വാങ്ങിക്കുടിപ്പീൻ, കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നു എന്ന് കർത്താവ് ഒരു പുതിയ ഉടമ്പടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കും. ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ഡിക്ലറേഷൻ: എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും വരും. ഗ്രേറ്റ് ഡിക്ലറേഷൻ, ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു പ്രസ്താവന. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ഈ വലിയ പ്രസ്താവന ഗണ്യമാക്കാതെ ചെയ്താൽ അത് ഹേതുവായി പലരും ബലഹീനരും രോഗികളുമാകുന്നു, ചിലർ നിദ്ര കൊള്ളുന്നു. അതുകൊണ്ട് ഞാൻ അതിന് യോഗ്യനാണോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കണം, തന്നെത്താൻ ശോധന ചെയ്യണം. എന്താണ് ശോധന ചെയ്യേണ്ടത്? ഞാനും ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ്? ഞാനും ദൈവസഭയുമായി, ദൈവദാസനുമായി, ദൈവമക്കളുമായി, കൂട്ടു സഹോദരങ്ങൾ സഹോദരിമാരുമായി, പ്രിയരെ, എങ്ങനെയാണ് നമ്മെ തന്നെ ശോധന ചെയ്യണം. മനസാക്ഷി ആക്ഷേപിക്കുന്നില്ലെങ്കിൽ പ്രാഗൽഭ്യത്തോടെ നമുക്ക് പങ്കെടുക്കാം. രണ്ട് കുടുംബജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധത്തിൽ മനസാക്ഷി ആക്ഷേപിക്കുന്നില്ലെങ്കിൽ പ്രാഗൽഭ്യത്തോടെ പങ്കെടുക്കാം. സമൂഹത്തിൽ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിൽ സുവിശേഷത്തിൽ അപമാനം വരാത്ത നിലയിൽ ഏതെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ മനസാക്ഷി ആക്ഷേപിക്കുന്നില്ലെങ്കിൽ പ്രാഗൽഭ്യത്തോടെ പങ്കെടുക്കാം. ഈ മൂന്ന് കാര്യങ്ങളിലും ഏതെങ്കിലും കുറവുകൾ ഓർപ്പിക്കുന്നെങ്കിൽ ഒരു നിമിഷം ഏറ്റുപറഞ്ഞു വീക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് സന്തോഷിക്കും നമ്മളെ ഓരോരുത്തരെയും ഓർത്ത്. എന്നാൽ കർത്താവ് ദുഃഖിക്കുന്ന ഏക കാര്യം, തിരുമേശ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോടെ ജീവിപ്പാൻ വിളിക്കപ്പെട്ട ഒരു വ്യക്തി അതിൽ നിന്ന് കരം പിൻവലിച്ചാൽ കർത്താവിന്റെ മനസ്സ് ഏറ്റവും വേദനിപ്പാനിടയാവും. ക്ഷമിക്കപ്പെടാത്ത പാപമില്ല, മറയ്ക്കപ്പെടാത്ത സ്തോത്രം അല്ലെങ്കിൽ പൊറുക്കപ്പെടാത്ത ഒരു അനുഭവമില്ല. ഏറ്റുപറഞ്ഞു വീക്ഷിക്കുന്നവന് ദൈവത്തിന്റെ കരുണ ലഭിക്കും. ഈ മൂന്ന് കാര്യങ്ങളിലും ഒറ്റപ്പെട്ട മനസാക്ഷിയോടെ ഇതിൽ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിനെ പ്രാപിച്ചു കാത്തിരുന്നും വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാർക്ക്, ദൈവമക്കൾക്ക് ഇതിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മുമ്പിൽ ഒരുക്കപ്പെട്ട തിരുമേശയ്ക്ക് സ്തോത്രം. അതിന്റെ വിശുദ്ധിയോടും പവിത്രതയോടും കൂടെ, ഭയഭക്തിയോടും ബഹുമാനത്തോടും ക്രിസ്തുവിൽ തികഞ്ഞ പ്രത്യാശയോടും കൂടെ പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ മേശ ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ മേശയാണ്. ഇത് ഞങ്ങളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഞങ്ങളുടെ ബലത്തിന്റെയും പ്രത്യാശയുടെയും മേശയാണ്. അതിൽ
ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പല ഗോതമ്പ് മണികൾ വെന്തുപിടിഞ്ഞ് ഓർമ്മയിൽ ഒരപ്പമായി തീർന്നിരിക്കുന്നത് പോലെ പലരായി ഞങ്ങൾ അങ്ങയാൽ ഒന്നായി തീരുവാൻ വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ മക്കളും അവകാശങ്ങളുമായി ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി നൽകി തന്ന ഈ അപ്പത്തിനായി സ്തോത്രം. ഈ അപ്പം ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പിതാവിന് സ്തോത്രം ചെയ്യും. ഇത് ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ മേശയാകയാ, ഇത് ഞങ്ങളുടെ സമാധാനത്തിന്റെ മേശയാകയാ, ഇത് ഞങ്ങളുടെ ജീവന്റെയും സമൃദ്ധിയായ ജീവന്റെയും മേശയാകയാ. അതിന്റെ ഭക്തിയോടെ, ഭയത്തോടെ, ബഹുമാനത്തോടെ ഞങ്ങൾ അടുത്തു വരും. തൃക്കരവലിന്മേൽ വെച്ച് ഇതിനെ ശുദ്ധീകരിക്കുകയും ഇതിനെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് മുറുക്കി നൽകുകയും ചെയ്യണമേ. ഭക്ഷിക്കുന്ന ഞങ്ങളേവരും അങ്ങയാൽ ആശീർവദിക്കപ്പെടുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. മുഴുമഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടി നുറുക്കുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ ശരീരത്തിൽ കൂട്ടായ്മയല്ലേ? നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ ശരീരത്തിൽ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യ ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യ ചിന്താതീതമത്രേ. യേശുവിൻ സ്നേഹമേ, ആയത്രയാഴമേ, യേശുവിൻ സ്നേഹമേ, ആയതിൻ ജ്ഞാനമേ, ജീവിത ഭാഗ്യമേ, ആയതിൻ ജ്ഞാനമേ, ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യ ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യ ചിന്താതീതമത്രേ. കർത്താവ് കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ, കർത്താവ് കുഞ്ഞാട്ടിൻ കല്യാണ നാളതിൽ, കാന്തയാൻ തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ, കാന്തയാൻ തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ. ഓരമ പാടുകൾ ക്രൂരയൂഥനാ, ഓരമ പാടുകൾ ക്രൂരയൂഥനാ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യ ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യ ചിന്താതീതമത്രേ. സിയോനിലേനിക്കാൻ മൂലക്കല്ലാകുവാൻ, സിയോനിലേനിക്കാൻ മൂലക്കല്ലാകുവാൻ, സിയോനിനെന്നെയോ ചേർത്തു പണിയുവാൻ, സിയോനിനെന്നെയോ ചേർത്തു പണിയുവാൻ. സ്വർഗീയ നാഥനിൽ വേലയും തികച്ചു, സ്വർഗീയ നാഥനിൽ വേലയും തികച്ചു, സ്വർഗീയ ശില്പിയാ
സ്വർഗീയ ശില്പിയാ യേശുവിൻ സ്നേഹമേ യേശുവിൻ സ്നേഹത്താ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യ ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യ ചിന്താതീതമത്രേ ലോകസ്ഥാപനം മുൻ എന്നെയും കണ്ടല്ലോ ലോകസ്ഥാപനം മുൻ എന്നെയും കണ്ടല്ലോ ലോകത്തിൽ വന്നുതാ ജീവനെ തന്നല്ലോ ലോകത്തിൽ വന്നുതാ ജീവനെ തന്നല്ലോ എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയ എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയ എന്നെയും യോഗ്യനാ എണ്ണിയ സ്നേഹമേ എന്നെയും യോഗ്യനാ എണ്ണിയ സ്നേഹമേ യേശുവിൻ സ്നേഹത്താ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യ ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. കർത്താവേ, അപ്പത്തെ ആശീർവദിച്ച് നൽകിയതോർത്ത് കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് താഴെ കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. ഇതെന്റെ പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു എന്ന് യേശു നമ്പുരാൻ പറയുവാനിടയായി. ഈ പാനപാത്രത്തെയും അപ്പത്തെ ആശീർവദിച്ച നേതൃക്കരത്താൽ തന്നെ ആശീർവദിച്ച് നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ ടി സോദൻ ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കും. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പത്തെ ആശീർവദിച്ച കരങ്ങളിൽ ഞങ്ങൾ പാനപാത്രത്തെ സമർപ്പിക്കുന്നു. സ്വർഗം ഇതിനെ ആശീർവദിച്ച് നൽകുമാറാകണമേ. കർത്താവേ, നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ കർത്താവേ, ഞങ്ങളുടെ പ്രാണന്റെയും ആത്മാവിന്റെയും രക്ഷയ്ക്കായി കാൽവരി കുരിശിൽ ഞങ്ങൾക്കായി തകർക്കപ്പെട്ട പുണ്യാഗ രക്തത്തെ ഓർത്തു വാങ്ങി പാനം ചെയ്തു കൊള്ളുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചു കൊള്ളേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളിൽ പാനപാത്രം ഏൽപ്പിക്കുന്ന ശുദ്ധീകരിച്ച് നൽകിയാലും ഇത് പാനം ചെയ്യുമ്പോൾ അങ്ങയുടെ ദിവ്യ സ്നേഹം രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട പുണ്യാഗ രക്തത്തെ ഓർത്തു വാങ്ങി പാനം ചെയ്തു കൊള്ളുവാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ പുണ്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അതുകൊണ്ട് തന്നെ താഴെ കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു. കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ രക്തത്തിൻ കൂട്ടായ്മയല്ലയോ? നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ രക്തത്തിൻ കൂട്ടായ്മയല്ലയോ?
വീഞ്ഞുകൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കരമുയർത്താം. ഇല്ല എങ്കിൽ എല്ലാവർക്കും ലഭിച്ചു എന്ന വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ഈ അപ്പവീഞ്ഞുകൾ മേശമേൽ ശേഷിക്കുന്നത് വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതുവരെയും വന്നിട്ടില്ല. യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കുമ്പോഴും മുന്തിരിവള്ളിയുടെ അനുഭവം അനുഭവിക്കുകയില്ല എന്ന്. കാരണം അവിടെയുള്ള ഈ മേശ, അവിടെ ഒരുക്കപ്പെടുന്ന മുന്തിരിവള്ളിയുടെ അനുഭവത്തിൻ്റെ ആ അനുഭവത്തിൽ അപ്പവും വീഞ്ഞും ശേഷിക്കുകയില്ല. അവിടെ കടന്നു എന്നവർക്ക് മാത്രമേ കൃത്യമായിരിക്കും. ശേഷിക്കുന്നത് വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നു. ഇതിൽ പങ്കെടുക്കുവാൻ ഇനിയും അനേകർ ഈ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളുണ്ട്. അവരുടെ വിടുതലിന് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മുടെ കഴിവും സുവിശേഷ വേദിയുടെ വ്യാപ്തിക്കായി ചിലവാകുവാനും കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വരും. അവൻ രാജാവായി വേഗം വരും. മാറാനാഥ, യേശു വരുന്നു, യേശു വരുന്നു. പ്രത്യാശയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നല്ല ദൈവമേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സ്വർഗീയമായ സന്തോഷത്തിൻ്റെ ഒരു അനുഭവത്തിനായി സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ പ്രത്യാശ വേഗം ഞങ്ങൾ കാണുമെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ, ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കർത്താവേ ഞങ്ങൾ പിരിയുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, കൃപയിൽ പൊതിയണമേ. ശുശ്രൂഷ അനുഭവിച്ച എല്ലാവരെയും ആശീർവദിക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ഒരു വേദഭാഗം വായിച്ച് അവസാനിപ്പിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം 12 സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് വേല നിമിത്തമേറ്റ സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിക്കും. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനത താങ്ങുവിൽ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം ദുഃഖീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിർവഹിക്കും. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധയും പനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഭയെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടെ ആമേൻ. ഒരു പാട്ടിന്റെ ചില ചരണങ്ങൾ പാടുമ്പോൾ കർത്താവിനെ മുഖത്തപ്പെടുത്തി തമ്മിൽ അടുത്തടുത്ത് നിൽക്കുന്ന സഹോദരന്മാർ വിശുദ്ധയും പനം നൽകി കർത്താവിനെ വന്ദനം ചെയ്യാൻ ആകാശത്തിൻ ശക്തിയിലകുന്നതാം ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട് ആകാശത്തിൻ ശക്തിയിലകുന്നതാം ഭൂമിയിലെന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിരുന്നേ ഒരു കീഴ ജനം പേടിച്ചു നിർജീവരായിരുന്നേ ഒരു കീഴ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാൻ താമസമേറില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാൻ താമസമേറില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുണ്ട് ഒരുങ്ങിയിട. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുണ്ട് ഒരുങ്ങിയിട. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പരവ്യാധികളാ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പരവ്യാധികളാ ജനം നശിച്ചിടുന്നു. രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങിയിട. രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ
കർത്താവിന് മഹത്വം അല്പം ഒരു 10 മിനിറ്റ് മുമ്പോട്ട് പോയി എങ്കിലും നിങ്ങളുടെ ആ പ്രാർത്ഥനയിലും സ്നേഹത്തിലും ദൈവസഭയുടെ പ്രവർത്തനങ്ങളിൽ എന്നെയും ഓർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും കൺവെൻഷൻ്റെ ആദ്യോടന്തം ആ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാരിച്ച ചിലവുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. ദൈവമക്കൾ മനസ്സോടെ സന്തോഷത്തോടെ കരവും മനസ്സും തുറക്കുവാൻ ഉത്സാഹിക്കണമെന്നുള്ള എളിമയോടുകൂടി ഒരു അഭ്യർത്ഥന കൂടി ഞാൻ നടത്തുകയാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ അമേരിക്കയിൽ പോകാത്തൊരു ഓവർസിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. ദൈവം സഹായിക്കട്ടെ. പ്രിയ ജസ്റ്റിൻ YP ബോർഡിലെ അംഗം കൂടിയാണല്ലോ. കർത്താവിൻ്റെ സ്തോത്രം. അങ്ങനെ ഈ സഭയെ എല്ലാ നിലയിലും കർത്താവ് ധാരാളമായി മാനിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, വന്ദനം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാല തിങ്കളാഴ്ച തുടങ്ങിയ പ്രാർത്ഥന ഇന്നലെ വൈകിട്ട് ഉപവാസ പ്രാർത്ഥന അത് സമാപിക്കുകയും അതിൻ്റെ സമാപനമായ മീറ്റിംഗ് ആയിട്ട് നമ്മുടെ ഈ സഭായോഗത്തോട് ചേർന്ന് ആദരണീയനായ സ്റ്റേറ്റ് ഓവർസിയർ വൈരജ് ബാസിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചപ്പോൾ തന്നെ ദേവദാസന്റെ അവൈലബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുവാനിടയായി. വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. എങ്കിൽ തന്നെയും മേപ്രാൾ ദേവസഭയുടെ ക്ഷണം സ്വീകരിച്ച് ഓടിയെത്തിയ പ്രിയ വൈരജ് പാസ്റ്ററോടുള്ള ദേവസഭയുടെ വന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. മാത്യു ബേബി പാസ്റ്റർ, നല്ലൊരു കൈയടി കൊടുക്കാം. മാത്യു ബേബി പാസ്റ്റർ കൂടെ ഉണ്ട്. ഞാൻ ഓർത്തു ഒരു മിനിറ്റ് ചർച്ചിനോട് സംസാരിക്കുമെന്ന്. ദേവദാസന്റെ പ്രവർത്തനങ്ങൾ, വൈപ്പിയുടെ പ്രവർത്തനങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടതാണ്. ഇപ്രാവശ്യം വൈപ്പിയുടെ ക്യാമ്പ് ഏകദേശം 1400-1500ഓളം യുവജനങ്ങൾ. ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് പോകുന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പ്രസ്ഥാനം അത് ഏറ്റവും അനുഗ്രഹകരമായിട്ട് പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നമ്മുടെ ഓവർസിയറായി 11ാമത്തെ ഓവർസിയറായി നിയോഗിക്കപ്പെട്ട ആ ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട വൈരജി പാസ്റ്ററെ മേപ്രാൾ ദേവസഭ ആദരിക്കുവാൻ സമയമെടുക്കുകയാണ്. ദേവദാസൻ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇങ്ങനെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന ഈ ഒരു അവസരം അതിന് ഉചിതമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. വൈരജ് പാസ്റ്ററിന്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഒരു കൺഗ്രാറ്റുലേഷൻസ് ഒരു പോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ സമയം പ്രത്യേക കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ സൺഡേ സ്കൂൾ YP എല്ലാം ഭാരവാഹികൾ മുന്നോട്ട് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പ്രിയ സോജൻ പാസ്റ്റർ പ്രിയ വൈരജ് പാസ്റ്ററിന് ഒരു മൊമെന്റോ നൽകി ആദരിക്കുന്നതാണ്. ആ സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ എല്ലാവർക്കും കാണുവാൻ സാധിക്കും. 11th കേരള സ്റ്റേറ്റ് ഓവർസിയർ, ദൈവസഭയെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തിയാക്കിയ റവറൻ വൈറജി അവർക്ക് മേപ്രാൾ ദൈവസഭയുടെ സ്നേഹാദരവ്. ദൈവസഭയുടെ 11ാമത്തെ ഓവർസിയർ ആണ് പ്രിയ വൈരജി പാസ്റ്റർ. ആ 11 എന്നുള്ള ആ നമ്പർ എംബോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ മൊമെന്റോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സമയം പ്രിയ ദേവദാസൻ സോജൻ പാസ്റ്റർ പ്രിയ വൈരജി പാസ്റ്ററിന് മൊമെന്റോ നൽകി ആദരിക്കും. പ്രിയപ്പെട്ട സീനിയർ സിസ്റ്റേഴ്സ് എല്ലാവരും ഇതിൽ സഹകരിക്കണം ദയവായി. ഇവിടെ ഒരു ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചു, ഒരു സഹായത്തിൽ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു. എന്നാൽ ഇങ്ങനെ ഒരു മൊമെന്റോ തരുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. നിങ്ങളെന്നോട് കാണിച്ച സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. ഈ സഭ ഞാൻ മുൻപ് പറഞ്ഞല്ലോ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അനേക ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവസഭയ്ക്ക് സംഭാവന ചെയ്തൊരു സഭയാണ്. അനുഗ്രഹീതനായ മേപ്രാൾ ഉൾപ്പെടെ ഈ സഭയിൽ നിന്ന് ധാരാളം ദൈവഭക്തന്മാർ സ്വദേശത്തും വിദേശത്തുമുള്ളവർ ദൈവസഭയ്ക്ക് അനേക സംഭാവനകൾ നൽകുന്നവരുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഈ സദസ്സിൽ എനിക്ക് ഈ ബഹുമാനത്തിന്
എന്നെ അർഹനാക്കിയ സർവശക്തന് നന്ദി അർപ്പിക്കുന്നു. എനിക്ക് തന്ന ഈ നല്ല അംഗീകാരത്തിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു അംഗം റെമിയെ കാണാനിടയായി. റെമിയുടെ വിളവുകളെല്ലാം അറിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഒരു റോബിൽ ഓക്കെ ദൈവം മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. എല്ലാത്തിനും നന്ദി. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്റർ. ദേവദാസൻ ഈ ദിവസങ്ങൾ ഓടി നടക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം. നമ്മുടെ ജനറൽ കൺവെൻഷൻ ജനുവരി മാസത്തിൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും ആ കൺവെൻഷൻ 101ാമത് കൺവെൻഷനേക്കാൾ അനുഗ്രഹകരമായിട്ട് നടക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ദേവദാസന്റെ പ്രവർത്തനങ്ങൾക്ക് മേപ്രാൽ ദൈവസഭയുടെ പ്രാർത്ഥന സഹകരണം എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ദൈവസഭയ്ക്കൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന ക്ഷീണമാണ് എന്ന് കരുതുന്ന ഒരു പറ്റം വിശ്വാസികളാണ് ഇവിടെയുള്ളത്. തുടർന്നും ദേവദാസന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായിട്ട് കർത്താവ് മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അവസരമൊരുക്കിയ ദേവദാസൻ നന്ദി പറയും. എല്ലാ നന്മകൾക്കും നന്ദി പാടാം. ശുശ്രൂഷകൾ അനുഗ്രഹമാക്കിയതുകൊണ്ട് നന്ദി പാടാം. ബഹുമാനപ്പെട്ട ശ്രീ ജോർസറുമായി നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗവും കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ആഴമായ ദൂതും തിരുമേശ പ്രവേശനത്തിന്റെ ഗൗരവവും അതിൽ പ്രാഗൽഭ്യത്തോടെ പങ്കെടുത്ത് അനുഗ്രഹിക്കപ്പെടുവാനുള്ള അവസരം എൻ്റെ ദാസന്റെ ശുശ്രൂഷകളിൽ കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ. ബഹുമാനപ്പെട്ട ബേബി പാസ്റ്റർ YP-യുടെ പ്രസിഡന്റായിട്ട് നമ്മോടൊപ്പം ഉണ്ടല്ലോ. അദ്ദേഹം മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓവർസിയർ ആശീർവാദം പറഞ്ഞ് ഈ വിശുദ്ധ സഭായോഗം അവസാനിപ്പിക്കാം. എല്ലാ ദൈവമക്കളും സ്തോത്രത്തിൽ ജാഗരിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയിൽ ചേർന്നാട്ടെ. വലിയവനായ ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷൻ ദിനങ്ങളും ആഗതമാകുന്നു. ഏക മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഷിബുവേ പരിശുദ്ധമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനന്തമേറിയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. മേപ്രാൽ ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസം ശുദ്ധ ആരാധനയായി ഞങ്ങൾക്ക് അങ്ങയുടെ പാദത്തിൽ കടന്നു വരുവാനും തിരുമുഖത്തേക്ക് നോക്കുവാനും സ്വർഗത്തിലെ സഹായിച്ചു വലിയ ലഭിക്കാനും ദൈവസ്നേഹത്തിനായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ സഭയ്ക്ക് അങ്ങ് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, വാക്കുമാറാത്ത ദൈവമായിരുന്നല്ലോ. ശത്രുവായ സാത്താൻ പലപ്പോഴും ഈ സഭയെ തകർത്ത് കളയുവാൻ നോക്കിയ സ്ഥാനത്തെല്ലാം അങ്ങയുടെ ദൃശ്യമായ കരങ്ങൾ എത്രത്തോളം മാനിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തിനായ ദൈവകൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, കടന്നു വന്ന സമയത്തോളം സമയം അങ്ങയുടെ സാഹചര്യത്തിന്റെ മറവിലായിരിക്കുവാൻ അങ്ങ് സഹായിച്ച വലിയ സ്നേഹത്തിനായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ്. ഈ സഭയുടെ ശുശ്രൂഷ ഞങ്ങളുടെ സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുടുംബം അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. മറ്റു ദൈവദാസന്മാർക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഭാഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ദൈവമേ, ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളോ അനുഗ്രഹിക്കുകയില്ല എന്നുള്ള അങ്ങയുടെ വചനപ്രകാരം ഇന്ന് പകൽക്കാലം ശക്തമായ ദൂത് സംസാരിക്കുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തി വലിയ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു കർത്താവേ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സെക്രട്ടറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ട്രഷറർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കമ്മിറ്റികൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. വിശ്വാസ കുടുംബങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കൃപയും കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ഉത്തരമേ. ഇപ്പോൾ അയക്കാം ആടിയാരെ നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നാം ഏവരോടും ഈ വാത്സല്യ സഭയോടും ദൈവദാസന്മാരോടും വിശേഷിച്ച് ഈ സഭയ്ക്ക് ശുശ്രൂഷ നൽകിയ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും സഭാ കമ്മിറ്റിയോടും എല്ലാ അംഗങ്ങളോടും വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ പ്രിയപ്പെട്ട ദൈവസഭയുടെ പ്രവർത്തനങ്ങളോടും കൂടെ ഇന്നുമെന്നും കർത്താവായ യേശു ക്രിസ്തുവിന്റെ
മേഘപ്രത്യക്ഷത വരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.